CPI നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് നേതാക്കളെ അറിയിച്ചു. നിർണായക വാർത്താ സമ്മേളനം ഇന്ന് നടക്കും. സുധാകരനായി അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ട് UDF. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, ജി സുധാകരൻ അംഗത്വം പുതുക്കാതെ CPM-മായി ഒരു അകൽച്ചയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു നിലപാടിൽ ഇന്ന് ചേരുന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രഖ്യാപിക്കുക. അതുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ ഇന്നാണ് നിലപാട് അറിയിക്കുക. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, നിലവിലെ CPIM-ന്റെ അനുനയ നീക്കങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജി സുധാകരൻ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സുധാകരനെ നേരിട്ട് വിളിച്ചിരുന്നു എന്നാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കങ്ങളോടും സുധാകരൻ മുഖം തിരിക്കുകയാണ് ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് 11 മണിക്ക് ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിൽ വെച്ചാണ് ജി സുധാകരൻ മാധ്യമങ്ങളുടെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കാലിൽ ഒരു അടിയന്തരമായിട്ടൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം നിലവിൽ പുന്നപ്രയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മാധ്യമങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതിന് മുന്നോടിയായി മാധ്യമങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ മാധ്യമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് സുധാകരൻ തന്നെ അഡ്മിൻ ആയിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് താൻ ആലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, അത്തരത്തിൽ നിർണായകമായ കാര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ നിലപാട് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് ഏറെക്കുറെ ഉറപ്പായി എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം എല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഇന്നലെ CPIM-ന്റെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇത്തരത്തിൽ സുധാകരനെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുൻപായാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കങ്ങളോട് മുഖം തിരിച്ച സുധാകരൻ അതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം അതിൽ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളൊരു ആവശ്യവുമായാണ് CPIM-ന്റെ ജില്ലാ നേതൃത്വം ജി സുധാകരനെ സമീപിച്ചത്. എന്നാൽ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് സുധാകരൻ നേതാക്കളെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ നേതാക്കൾ അറിയിച്ചത് ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ്. വാർത്താ സമ്മേളനം നടത്തുമെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞോട്ടെ, പക്ഷേ ജി സുധാകരൻ എന്നും പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകും. ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിലുള്ള നേതാവിനെ പോയി കണ്ടു, അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ചയാണ് എന്ന് മാത്രമാണ് ജില്ലാ നേതൃത്വം അറിയിച്ചത്. എന്നാൽ അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് അനുനയത്തിൻ്റെ ഒരു അവസാന നീക്കം എന്നുള്ള നിലയിലായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൻ്റെ നിലപാടിൽ മാറ്റമില്ല, വാർത്താ സമ്മേളനം നടത്തും, മാത്രമല്ല ഇത്തരത്തിൽ അമ്പലപ്പുഴയിൽ മത്സരിച്ചേക്കും എന്നുള്ളൊരു സൂചന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ, താൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ ആര് നൽകുന്ന പിന്തുണയും സ്വീകരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ കോൺഗ്രസ് നിലവിൽ ജി സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കാനാണ് സാധ്യത. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് ജി സുധാകരൻ മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിക്കൊണ്ട് VS-ന്റെ മകൻ VA അരുൺകുമാറിനെ CPM മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നിലവിൽ ഈ ഒരു പിന്തുണ കോൺഗ്രസ് നൽകും എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ദില്ലിയിൽ ഹൈക്കമാൻഡുമായി തിരക്കിട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നു വരികയാണ്. പക്ഷേ അപ്പോഴും UDF തങ്ങളുടെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ നിന്ന് അമ്പലപ്പുഴ മണ്ഡലത്തെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് എന്നുള്ളതുകൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ UDF-ന്റെ
CPIന്റെ പിന്തുണയുള്ള സ്വതന്ത്രനായി അവതരിപ്പിക്കാനാണ് നീക്കം. അപ്പോൾ ജി സുധാകരന് വേണ്ടിയാണ് അമ്പലപ്പുഴയിലെ സീറ്റ് UDF ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലും അമ്പലപ്പുഴയിലെ സീറ്റിലേക്ക് ആരെയും നിലവിൽ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലേക്ക് കൂടുതൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള നേതാക്കളെ ഒന്നും തന്നെ അമ്പലപ്പുഴ സീറ്റിലേക്ക് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അത് ഇന്നത്തെ സുധാകരന്റെ ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും. അതായത് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അമ്പലപ്പുഴയിലാണോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുക എന്നുള്ളൊരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസ് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അങ്ങനെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് അവിടെ അനുകൂലിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിൻ്റെ അണികളായും. അതുപോലെ തന്നെ സാധാരണ പൊതുജനങ്ങൾക്കും ജി സുധാകരൻ ഇന്നും ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ ആ ജനങ്ങളുടെ പിന്തുണ എങ്ങനെ CPM പക്ഷത്തേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള തിരിച്ചുള്ളൊരു മറുപടി ആയിരിക്കും CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിന് VS പക്ഷത്തെ കൂട്ടുപിടിക്കാനാണ് CPIM ഇപ്പോൾ ഒരുങ്ങുന്നത്. ജി സുധാകരനെതിരെ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ജനപിന്തുണയുള്ള ഒരു നേതാവിൻ്റെ അന്തരിച്ച ഒരു നേതാവിൻ്റെ മകനെ രംഗത്തിറക്കുന്നതിലൂടെ ആ പൊതുജനങ്ങളുടെ പിന്തുണ ലഭിക്കും എന്നതാണ് CPMന്റെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ VA അരുൺകുമാറിനെ മത്സരിപ്പിച്ചേക്കും. പക്ഷേ അത്തരത്തിലൊരു മത്സരത്തിന് VA അരുൺകുമാർ തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും 11 മണിയോടുകൂടി ജി സുധാകരൻ തൻ്റെ നിലപാട് ഇന്ന് വ്യക്തമാക്കും. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ 11 മണിയോടുകൂടി ഒരു തീരുമാനം അറിയാം. ആ ഒരു തീരുമാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും വരാനിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയടക്കം ഇപ്പോൾ നിലവിൽ ഈ ജി സുധാകരൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെയും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ചർച്ചകളും എല്ലാം തന്നെ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കൃത്യമായ ഒരു തീരുമാനം അറിയാം. ശരി, വ്യക്തമാണ്. അംഗത്വം പുതുക്കാതെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ CPI നേതൃത്വത്തിൻ്റെ അനുനയ നീക്കത്തിനൊക്കെ വഴങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ ജി സുധാകരൻ. എന്തായാലും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഇപ്പോൾ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയുണ്ടായെന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സംസാരത്തിനോട് മുഖം തിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ജി സുധാകരൻ ചെയ്തത്. എന്തായാലും ഇന്നാണ് ജി സുധാകരൻ്റെ നിർണായക വാർത്താ സമ്മേളനം നടക്കുക. സുധാകരനായ അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് UDF. എന്തായാലും അമ്പലപ്പുഴ സീറ്റിൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ് ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.